ഇപ്പൊ വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ട് പറയുമ്പോൾ വിദ്യാഭ്യാസം എങ്ങനെയാണ് ആവശ്യമായിട്ട് വന്നത്, അല്ലെങ്കിൽ മധ്യകാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിനുണ്ടായിട്ടുള്ള ആവശ്യകത എന്തായിരുന്നു എന്ന കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ളത് മധ്യകാല യൂറോപ്പിലെ അല്ലെങ്കിൽ മധ്യകാലഘട്ടത്തിലെ വിദ്യാഭ്യാസത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു, ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു. അടിസ്ഥാന വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ബേസിക് എഡ്യൂക്കേഷൻ. എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കണം, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങൾ അറിഞ്ഞിരിക്കണം, എങ്കിൽ മാത്രമേ കാര്യങ്ങള് എല്ലാവർക്കും മനസ്സിലാവുകയുള്ളൂ. അപ്പൊ വിദ്യാഭ്യാസം കൊടുക്കുന്നതോട് കൂടിയിട്ട് ഒരു സമൂഹത്തെ നല്ല രീതിയിൽ വാർത്തെടുക്കാൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുകയും അങ്ങനെ ബേസിക് വിദ്യാഭ്യാസം, അതായത് അടിസ്ഥാന വിദ്യാഭ്യാസം ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയും ചെയ്തു. അതിനായിട്ട് ചെറിയ ചെറിയ സ്കൂളുകള്, അടിസ്ഥാന വിദ്യാഭ്യാസം, പ്രാഥമിക വിദ്യാഭ്യാസം, അതായത് പ്രൈമറി എഡ്യൂക്കേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് അറിയാലോ, നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാം. അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാം, അല്ലെങ്കിൽ ഭാഷകൾ അറിയാം. ഇപ്പം കച്ചവടത്തിലാണെങ്കിൽ മെഷർമെന്റ് അല്ലെ, അളവ് തൂക്കങ്ങൾ അറിയാം, എത്ര അളവ്, എത്ര കിലോഗ്രാം എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സിസ്റ്റം ആയിരുന്നു ആദ്യകാലത്ത് ഉണ്ടായിരുന്നത്. അപ്പൊ മധ്യകാലഘട്ടത്തിലെ വിദ്യാഭ്യാസത്തിന്റെ ഫീച്ചേഴ്സ് പറയുമ്പോൾ ഫസ്റ്റ് നമുക്ക് പറയണം ബേസിക് എഡ്യൂക്കേഷൻ, അതായത് അടിസ്ഥാന വിദ്യാഭ്യാസം. പിന്നെ വരുന്നത് സർവകലാശാലകൾ. വെറും ബേസിക് എഡ്യൂക്കേഷനിൽ മാത്രമായിട്ട് ഒതുങ്ങി നിന്നില്ല. പിന്നീട് അങ്ങോട്ട്, അതായത് ഹയർ സ്റ്റഡീസ്, നല്ല നല്ല വിദ്യാഭ്യാസം നേടണം അല്ലെങ്കിൽ കൂടുതൽ ഉയർന്ന് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്തും കൂടെ ഉണ്ടായിരുന്നു, ഹയർ സ്റ്റഡീസിനുള്ള അവസരം കൂടെ ഉണ്ടായിരുന്നു. ഒരുപാട് തരത്തിലുള്ള യൂണിവേഴ്സിറ്റീസ് മധ്യകാലഘട്ടത്തില് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ പറയുന്നത് ഗ്രീക്കോ റോമൻ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ ഗ്രീക്കോ റോമൻ വിജ്ഞാനത്തിന്റെ ഒരു സ്പ്രെഡ് അല്ലെ, ഒരു എന്താ പറയാ, ആ ഒരു ഗ്രീക്കോ റോമൻ വിജ്ഞാനത്തിന്റെ ഒരു വ്യാപകമായിട്ടുള്ള, അല്ലെങ്കിൽ ഗ്രീക്കോ റോമൻ വിജ്ഞാനം പഠിക്കുന്ന അല്ലെങ്കിൽ പഠിക്കപ്പെടുന്ന ഒരു അവസ്ഥയും മധ്യകാലഘട്ടത്തിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേകതയാണ്. ഗ്രീക്കോ റോമൻ വിജ്ഞാനം പഠിപ്പിച്ചുകൊണ്ടിരുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ. പിന്നെ ഇസ്ലാമിക് നോളജ്, അറബികളുടെ വരവോട് കൂടിയിട്ട്, കാരണം അറബികളും കച്ചവടത്തിനായിട്ട് വരുന്നുണ്ടല്ലോ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പൈസ് റൂട്ട് ചൈന മുതൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെ ചൈനയിൽ നിന്ന് വരുന്ന, അല്ലെങ്കിൽ ഈസ്റ്റേൺ ചൈന മുതൽ വെസ്റ്റേൺ യൂറോപ്പ് വരെ ഉണ്ടായിട്ടുള്ള റൂട്ട്സ് ആണ്. അപ്പൊ അറബികളും കച്ചവടത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയിലായിക്കോട്ടെ മറ്റ് യൂറോപ്യന്റെ പല ഭാഗത്തായിക്കോട്ടെ അറബികളും വന്നിട്ടുണ്ട്. അപ്പൊ അവർക്കും എന്താണ്, അവരും നമ്മുടെ ഇന്ത്യയിൽ നമുക്കറിയാലോ അറബികളുടെ വരവോട് കൂടി മെഡീവൽ പീരീഡിൽ അറബികളുടെ വരവ്, ബാബർ, അക്ബർ, ഹുമയൂൺ, അവരൊക്കെ വന്നിട്ടില്ലേ, ഷാജഹാൻ. അപ്പൊ ആ ഒരു സമയത്ത് ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇസ്ലാമിക് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഇസ്ലാമിക് വിദ്യാഭ്യാസവും മധ്യകാലഘട്ടത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്രത്യേകതയാണ് വിദ്യാഭ്യാസത്തിന്റെ കാര്യം എടുത്തു നോക്കുമ്പോൾ. അപ്പൊ ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. ഒന്നുകൂടി നോക്കുക. ഫീച്ചേഴ്സ് ഓഫ് മെഡീവൽ എഡ്യൂക്കേഷൻ, ബേസിക് എഡ്യൂക്കേഷൻ, അടിസ്ഥാന വിദ്യാഭ്യാസം, യൂണിവേഴ്സിറ്റീസ്, സർവകലാശാലകൾ, ഗ്രീക്കോ റോമൻ നോളജ്, പിന്നെ എന്താണ്, ഇസ്ലാമിക് നോളജ്. ഓർത്തു നോക്കുക, ബേസിക് എഡ്യൂക്കേഷൻ, യൂണിവേഴ്സിറ്റീസ്, ഗ്രീക്കോ റോമൻ നോളജ്, ഇസ്ലാമിക് നോളജ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ഇനി പറയുന്നത്, നമ്മൾ പറഞ്ഞല്ലോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് അവിടെ, അതായത് വേണ്ടവർക്ക് പ്രാഥമിക വിദ്യാഭ്യാസം അല്ലെങ്കിൽ അടിസ്ഥാന വിദ്യാഭ്യാസം കൂടുതൽ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് യൂണിവേഴ്സിറ്റികളും ഉണ്ടായിരുന്നു, സർവകലാശാലകളും ഉണ്ടായിരുന്നു. പക്ഷെ ഈ സ്ഥാപനങ്ങളിലൊക്കെ എന്തൊക്കെ സബ്ജക്റ്റുകളാണ് പഠിപ്പിച്ചത്, അല്ലെങ്കിൽ ഇന്നത്തെ പോലെയുള്ള സബ്ജക്റ്റുകളാണോ? ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലാണെങ്കിൽ 10 വിഷയത്തോളം പഠിക്കുന്നുണ്ടല്ലേ. അപ്പൊ അതേപോലെ അത്തരത്തിലുള്ള സബ്ജക്റ്റുകൾ തന്നെയാണോ അന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്? അല്ലെങ്കിൽ ഇവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ഭാഷകളായിരുന്നു അല്ലെ? ഭാഷ പഠിച്ചിരിക്കണം, കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റു രാജ്യങ്ങളിലെ ഭാഷ അറിഞ്ഞിരിക്കണം. നമ്മുടെ ഭാഷ, നമ്മളൊരു സ്ഥലത്ത് കച്ചവടം, നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ചൈനയിൽ പോയിട്ട് കച്ചവടം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നമുക്ക് ചൈനീസ് ഭാഷ അറിയണം. അല്ലെങ്കിൽ നമ്മുടെ മലയാളം പോയിട്ട് അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലായില്ല, അല്ലെങ്കിൽ അവരെന്തെങ്കിലും സാധനം നമ്മളോട് വേണമെന്ന് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അവർ പറയുന്ന സംഭവം നമുക്ക് എന്താണ് അവർക്ക് ആവശ്യം നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇവര് എന്ത് ചെയ്തത്, വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് കൂടുതൽ ഊന്നൽ കൊടുത്തത്. അപ്പൊ എന്തൊക്കെ സബ്ജക്റ്റുകളാണ് മധ്യകാലഘട്ടത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് എന്നത് നോക്കാം. ഫസ്റ്റ് പറയുന്നത് ലാറ്റിൻ, ആസ്ട്രോണമി, ജ്യോതിശാസ്ത്രത്തെ കുറിച്ചിട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ലിറ്ററേച്ചർ, സാഹിത്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഭാഷയാണ്. പിന്നെ ഫിലോസഫി എന്ന് പറയുന്നത് ഓരോ രാജ്യക്കാർക്കും ഓരോ തരത്തിലുള്ള ഫിലോസഫിയാണ് അല്ലെ, തത്വചിന്ത. അപ്പൊ അതായത് വിദ്യാഭ്യാസം കൊടുക്കുക, നമ്മളെ ജനങ്ങളെ പുരോഗതി ആർജിക്കുക, അല്ലെങ്കിൽ എന്താ പറയാ,
ഒരു റിനൈസൻസ് എന്നൊക്കെ പറയില്ല, നവോത്ഥാനം എന്നൊക്കെ പറയില്ല. അപ്പൊ വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് എന്തായാലും ഈ തത്വചിന്തയൊക്കെ പഠിക്കാം. വലിയ വലിയ ചിന്താഗതികളാണല്ലോ ഈ തത്വചിന്ത അല്ലെങ്കിൽ ഫിലോസഫി എന്ന് പറയുന്നത്. ഏതൊരു കാര്യത്തിന്റെയും ഉൽപ്പത്തി അല്ലെങ്കിൽ എങ്ങനെ വരുന്നു എന്നതൊക്കെയാണ് നമ്മൾ തത്വചിന്തയിൽ മനസ്സിലാക്കുന്നത്. അപ്പൊ അത്തരത്തില് ജനങ്ങൾ മാറി ചിന്തിക്കാൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസം കൊണ്ടുവന്നിട്ട് ജനങ്ങളെ ഒന്ന് മാറ്റി ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും സഹായമാകുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഫിലോസഫി എന്ന് പറയുന്നത്. അപ്പൊ ജ്യോതിശാസ്ത്രം, അതായത് ആസ്ട്രോണമി, ലിറ്ററേച്ചർ, ഫിലോസഫി, ഈ ലാംഗ്വേജസ് കൂടാതെ ആസ്ട്രോണമി, ലിറ്ററേച്ചർ, ഫിലോസഫി, പിന്നെ മാത്തമാറ്റിക്സ്, ഗണിതം. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് അളവുകൾ, മെഷർമെന്റ് ഇതൊക്കെ പഠിക്കണം. അപ്പോ മാത്തമാറ്റിക്സ് കൂടെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പറയുന്നത് ലോസ് ഓഫ് നാച്ചർ, പ്രകൃതി നിയമങ്ങൾ. കാരണം പ്രകൃതിയുടെ നിയമങ്ങളും കൂടെ അവിടെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ജ്യോതിശാസ്ത്രം, ലിറ്ററേച്ചർ, ഫിലോസഫി, മാത്തമാറ്റിക്സ്, ലോസ് ഓഫ് നാച്ചർ എന്നൊക്കെയാണ് മെഡീവൽ സ്കൂളുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സബ്ജക്റ്റ്. നമ്മൾ ഇന്നൊക്കെയാണെങ്കിൽ എന്തൊക്കെയാ പഠിപ്പിക്കുന്നത്? ഇന്ന് സ്കൂളുകളിൽ ഫിലോസഫി ഒന്നുമില്ല. നമ്മൾ ഫിലോസഫി ഒക്കെ പഠിക്കണമെങ്കിൽ ഹയർ സ്റ്റഡീസ്, അതായത് +1 +2 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ സ്കൂളുകളിൽ ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സബ്ജക്ട് ആസ്ട്രോണമി. ആസ്ട്രോണമി എന്ന് പറയുമ്പോൾ അന്നത്തെ നമുക്ക് ജ്യോതിശാസ്ത്രം മീൻസ് ആസ്ട്രോണമി എന്ന് പറയുമ്പോൾ ഈ സൂര്യന്റെയും ചന്ദ്രന്റെയും ഘടനകൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മനുഷ്യരുടെ, അതായത് ഈ നമ്മൾ പറയുന്നുണ്ടല്ലോ ഹിന്ദുസിനൊക്കെ ഒരു വിശ്വാസം ഉണ്ടല്ലോ ജ്യോതിഷം എന്നൊക്കെ പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ആസ്ട്രോണമിയിൽ പഠിക്കുന്നത്. പിന്നെ സാഹിത്യം, പിന്നെ ആസ്ട്രോണമിയിൽ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും കാലം, ഇങ്ങനെ കാര്യങ്ങൾ സംഭവിക്കും, ഭാവിയിൽ ഇന്നത് സംഭവിക്കും. അപ്പൊ അങ്ങനെ പ്രഡിക്റ്റ് ചെയ്യുന്ന അതിന് പിന്നിലുള്ള കാര്യങ്ങളും എങ്ങനെയാണെന്നൊക്കെയാണ് അതിൽ പഠിക്കുന്നത്. അപ്പോ സാഹിത്യം, തത്വചിന്ത, ഗണിതം, പ്രകൃതി നിയമങ്ങൾ, ഇത്രയാണ് മേജർ സബ്ജക്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. മെഡീവൽ പീരീഡില് തോട്ട് ചെയ്ത്, അതായത് പഠിപ്പിച്ചുകൊണ്ടിരുന്ന മേജർ സബ്ജക്റ്റുകളാണ് ജ്യോതിശാസ്ത്രം, സാഹിത്യം, തത്വചിന്ത, ഗണിതം, പ്രകൃതി നിയമങ്ങൾ, ലാറ്റിൻ ആസ്ട്രോണമി, ലിറ്ററേച്ചർ, ഫിലോസഫി, മാത്തമാറ്റിക്സ് ആൻഡ് ലോസ് ഓഫ് നാച്ചർ. ക്ലിയർ ആണോ? ഇനി നമുക്ക് പറയാം, ഇത്രയും സബ്ജക്റ്റുകൾ പഠിപ്പിച്ചു. അവർ ബേസിക് എഡ്യൂക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നു, അങ്ങനെ ഒക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പക്ഷേ മധ്യകാല ഘട്ടത്തിൽ ഉണ്ടായിരുന്ന, തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഒരു പോരായ്മ, ഏതൊരു കാലഘട്ടത്തിൽ എന്തെങ്കിലും ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നല്ലോ. അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട പോരായ്മയായിരുന്നു എഡ്യൂക്കേഷൻ ഓഫ് വുമൺ വാസ് റെസ്ട്രിക്റ്റഡ്. അതായത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. വളരെ ചുരുക്കം പേർക്ക് മാത്രമേ എന്തുണ്ടായിരുന്നുള്ളൂ? സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ദോസ് ഹു ഗോട്ട് ദ റെയർ ഓപ്പർച്യൂണിറ്റി ഫോർ എഡ്യൂക്കേഷൻ വേർ നൺസ്. നൺസ് എന്ന് പറഞ്ഞ ആരാണ്? കന്യാസ്ത്രീകളെയാണ് നൺസ് എന്ന് പറയുന്നത്. കന്യാസ്ത്രീകൾക്കും അതേപോലെ തന്നെ ആൻഡ് ചിൽഡ്രൻ ഓഫ് റൂളേഴ്സ് ആൻഡ് നോബിൾസ്, അതായത് ഭരണാധികാരികളുടെയും പ്രഭുക്കന്മാരുടെയും മക്കൾക്ക്, അതേപോലെ കന്യാസ്ത്രീകൾക്ക്, ഇങ്ങനെ സമൂഹത്തിൽപ്പെട്ടിട്ടുള്ള വളരെ ചുരുക്കം പേർക്ക് മാത്രമേ, ചുരുക്കം സ്ത്രീകൾക്ക് മാത്രമേ എന്തിനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ? വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഉണ്ടായിരുന്നു. അതായിരുന്നു മധ്യകാലഘട്ടത്തിലെ വിദ്യാഭ്യാസത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും വലിയ പോരായ്മ. ബാക്കി അന്നത്തെ കാലത്തെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എല്ലാ കാര്യത്തിലും മെച്ചപ്പെട്ട രീതിയിലുള്ളൊരു സംഭാവനയാണ് മധ്യകാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഈ ഒരു കേസാണ് ഏറ്റവും ലിമിറ്റേഷൻ ആയിട്ട് തോന്നുന്നത്. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരം വളരെ റെയർ ആയിരുന്നു. ആ റെയർ ഓപ്പർച്യൂണിറ്റി കിട്ടിയത് ആർക്കാണ്? നൺസിനും അതേപോലെ തന്നെ ചിൽഡ്രൻ ഓഫ് റൂളേഴ്സ് ആൻഡ് നോബിൾസ്, അതായത് പ്രഭുക്കന്മാരുടെയും ഭരണാധികാരികളുടെയും മക്കൾക്ക് മാത്രമാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം കിട്ടിയത്. മനസ്സിലായോ? അപ്പോ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം സ്ത്രീകളുടെ വിദ്യാഭ്യാസം നിയന്ത്രിക്കപ്പെട്ടു. കന്യാസ്ത്രീകൾക്കും അപൂർവം ചില പ്രഭുക്കന്മാരുടെയും ഭരണാധികാരികളുടെയും മക്കൾക്ക് മാത്രമായിരുന്നു വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ അല്ലെ. യൂണിവേഴ്സിറ്റി ഇപ്പോ നമ്മൾ വിചാരിക്കേണ്ടത് എന്തിനാണ് കന്യാസ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുത്തത്? കാരണം കന്യാസ്ത്രീകൾ എന്താണ്, അവര് ഈ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് പോകുന്നതാണല്ലേ. അവർ കല്യാണമൊന്നും കഴിക്കാതെ ജീവിതം മുഴുവനായിട്ട് ലൗകികപരമായിട്ടുള്ള ജീവിതമൊക്കെ വെടിഞ്ഞിട്ട് ആത്മീയപരമായിട്ടുള്ള ഒരു ജീവിതത്തിലോട്ട് പോവുകയാണ്. അപ്പൊ അവര് എന്ത് ചെയ്യും? അവരാണ് പിന്നെന്താണ് ആ സമയത്ത് ഈ ഒരു മിഷണറികളും അതേപോലെ തന്നെ ക്രിസ്ത്യൻ ചർച്ചുകളിലൂടെയൊക്കെ ചെറിയ ചെറിയ വിദ്യാഭ്യാസങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിൽ
കന്യാസ്ത്രീകൾക്ക് ഈ ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക അല്ലെങ്കിൽ അറിയുക എന്നൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഇത്തരത്തിൽ കന്യാസ്ത്രീകൾക്കും പിന്നെ അതേപോലെ തന്നെ നോബിൾസിനും പിന്നെ ചിൽഡ്രൻ ഓഫ് നോബിൾസ് ആൻഡ് റൂളേഴ്സിന്റെയും മക്കൾക്ക് മാത്രമാണ് വിദ്യാഭ്യാസം കൊടുത്തിട്ടുള്ളത്. അപ്പം അവർ സമൂഹത്തിലുള്ള ഉയർന്നവരാണ്, അല്ലെങ്കിൽ സമൂഹത്തിൽ എന്താണ് ലോ സ്റ്റാറ്റസിലുള്ള, അതായത് താഴ്ന്ന വിഭാഗത്തിലുള്ള സാധാരണക്കാർക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അഥവാ വിദ്യാഭ്യാസത്തിന് അവകാശം കിട്ടിയ സ്ത്രീകളാവട്ടെ അവർ ആരായിരുന്നു? സമൂഹത്തിലെ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും മക്കൾക്ക്, അതായത് റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഇനി നമുക്ക് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ എന്തൊക്കെയാണ്, അതായത് സർവകലാശാല വിദ്യാഭ്യാസം പ്രാഥമിക തലത്തിൽ മാത്രമായിട്ട് ഒതുങ്ങിയിരുന്നില്ല. എന്തുകൂടെ ഉണ്ടായിരുന്നു? സർവകലാശാല വിദ്യാഭ്യാസം കൂടെ ഉണ്ടായിരുന്നു. പ്രാഥമിക തലം എന്ന് പറയുന്നത് നമുക്കറിയാലോ, 1 മുതൽ 4 വരെ ഉള്ള വിദ്യാഭ്യാസത്തെയാണ് നമ്മൾ പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അവിടെ നമ്മൾ എന്ത് ചെയ്യും? അത്യാവശ്യം ഭാഷ കൈകാര്യം ചെയ്യാനും അത്യാവശ്യം മാത്സ് കണക്ക് കൂട്ടാനൊക്കെ 1 മുതൽ 4 വരെ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ വിദ്യാഭ്യാസം, ഹയർ സ്റ്റഡീസ്, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്, ഏതൊക്കെ യൂണിവേഴ്സിറ്റികളായിരുന്നു മധ്യകാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് എന്നതൊക്കെ നോക്കാം. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ഓൾസോ ബിഗൻ ടു ഫ്ലറിഷ് ഇൻ മെഡീവൽ പീരീഡ്. മെഡീവൽ പീരീഡില് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കൂടെ വ്യാപകമായി എന്നാണ് പറയുന്നത്. അതിൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷന് കൊടുത്തിട്ടുള്ള സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്ന് ഫിലോസഫി, നമ്മൾ പറഞ്ഞല്ലോ, അതായത് പ്രാഥമിക വിദ്യാഭ്യാസത്തിലും ഫിലോസഫി ഉണ്ടായിരുന്നു. അതിന്റെ ഹയർ സ്റ്റഡീസ് ആയിട്ട് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ, അതായത് കൂടുതൽ പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് എന്തുണ്ടായിരുന്നു? യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനിൽ പ്രൊവൈഡ് ചെയ്തൊരു സബ്ജക്ട് കൂടിയായിരുന്നു ഫിലോസഫി, അതായത് തത്വചിന്ത. പിന്നെ ലോസ് എന്ന് പറഞ്ഞാൽ നിയമങ്ങള്, അതിപ്പോ വ്യാപാര നിയമങ്ങളായിക്കോട്ടെ, മറ്റ് സമൂഹത്തിൽ ആവശ്യമുള്ള വേറെ നിയമങ്ങൾ, ഒരുപാട് തരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടായിരുന്നല്ലോ, ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, എല്ലാ തരത്തിലുള്ള ലോസുകളും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ നമ്മള് പ്രകൃതി നിയമങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലോസ് ഓഫ് നാച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവിടെയും ഹയർ സ്റ്റഡീസിൽ എന്തുണ്ടായിരുന്നു? ലോസ് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ലിറ്ററേച്ചർ, അതായത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള അതിന്റെ തന്നെ എന്താണ് ഹയർ എഡ്യൂക്കേഷൻ ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മെഡിസിൻ, ഇവിടെ നമുക്കറിയാം മെഡിസിൻ എന്ന് പറയുമ്പോൾ വൈദ്യശാസ്ത്രം, അതും എന്താണ് വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ നമുക്കറിയാലോ, അസുഖങ്ങളൊക്കെ വരുമ്പോൾ എന്ത് വേണം? ചികിത്സിക്കണം അല്ലെ, ട്രീറ്റ്മെന്റ് വേണം. അപ്പം ആരോഗ്യത്തിനും കൂടെ അവര് ശ്രദ്ധ കൊടുത്തിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടി. ആരോഗ്യ കാര്യങ്ങളിലും എന്താണ് ശ്രദ്ധ കൊടുത്തു. അപ്പൊ ആരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യണമെങ്കിൽ എന്തിനു വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കണം? മെഡിസിൻ, അതായത് വൈദ്യശാസ്ത്രം. അപ്പൊ അത്തരത്തിലുള്ള വൈദ്യശാസ്ത്രം കൂടെ ഹയർ സ്റ്റഡീസിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ലാംഗ്വേജ്, ജിയോമെട്രി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ നേരത്തെ നമ്മൾ പറഞ്ഞ ജ്യോതിഷം, അതേപോലെ തന്നെ ജാമിതി എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് ജിയോമെട്രി. മലയാളത്തിൽ ജിയോമെട്രിക്ക് ജ്യാമിതി എന്ന് പറയും. അത് മാത്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഏരിയയാണ്. അപ്പൊ ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് യൂണിവേഴ്സിറ്റീസ്, അതായത് മധ്യകാലഘട്ടത്തിൽ, ഒന്നുകൂടെ പറയാം, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ഒന്നുകൂടെ പറയാം. മധ്യകാലഘട്ടത്തിൽ പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമായിട്ട് ഒതുങ്ങി നിന്നില്ല, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കൂടെ ഉണ്ടായിരുന്നു. അതായത് ഹയർ സ്റ്റഡീസിന് പോകുന്നവർക്ക് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നു. ഒരുപാട് യൂണിവേഴ്സിറ്റികൾ മധ്യകാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് അറബികൾ സംഭാവന ചെയ്തിട്ടുണ്ട്, സ്പെയിനുകാർ സംഭാവന ചെയ്തിട്ടുണ്ട്, ചൈനക്കാരുടെ സംഭാവന ഉണ്ടായിരുന്നു ഇത്തരത്തിൽ യൂണിവേഴ്സിറ്റി. ഒരുപാട് തരത്തിലുള്ള പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. അപ്പൊ യൂണിവേഴ്സിറ്റിയിൽ കൊടുത്തിട്ടുള്ള സബ്ജക്റ്റുകൾ ഫിലോസഫി, അതായത് തത്വചിന്ത, ലോസ് നിയമങ്ങൾ, ലിറ്ററേച്ചർ സാഹിത്യം, മെഡിസിൻ, വൈദ്യശാസ്ത്രം, ലാംഗ്വേജ് ഭാഷകൾ, ജിയോമെട്രി, ജ്യാമിതി. മനസ്സിലായാലോ ഏതൊക്കെയാണ് സബ്ജക്ട് എന്ന്? ഫിലോസഫി എന്ന് പറയുമ്പോൾ തത്വചിന്ത, ലോസ് നിയമങ്ങൾ, ലിറ്ററേച്ചർ സാഹിത്യം, മെഡിസിൻ, വൈദ്യശാസ്ത്രം, ലാംഗ്വേജ് ഭാഷകൾ, ജിയോമെട്രി, ജ്യാമിതി. ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണ് നോക്കാം. പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത് ബൊളോഗ്ന യൂണിവേഴ്സിറ്റി, അതായത് ഇറ്റലിയിലായിരുന്നു ബൊളോഗ്ന യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നത്. പിന്നെ കോൺസ്റ്റാന്റിനോപ്പിൾ, അത് എവിടെയായിരുന്നു? തുർക്കി ആയിരുന്നു.
നമ്മൾ തുർക്കി എന്നൊക്കെ പറയുമല്ലോ. അപ്പൊ കോൺസ്റ്റാന്റിനോപ്പിൾ എവിടെയാണ്? തുർക്കി. നിങ്ങൾ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന ടേം വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കോൺസ്റ്റാന്റിനോപ്പിൾ എവിടെ കേട്ടത്? ക്യാപിറ്റൽ ഓഫ് ഓക്കെ, കോൺസ്റ്റാന്റിനോപ്പിൾ കേട്ടിട്ടുണ്ടല്ലേ. അതേപോലെ തന്നെ വാസ്കോഡ ഗാമയുടെ ആ ഒരു വരവൊക്കെ പഠിക്കുന്ന സമയത്ത് കോൺസ്റ്റാന്റിനോപ്പിൾ കേട്ടിട്ടുണ്ടോ? വാസ്കോഡ ഗാമ കാപ്പാട് വന്നിറങ്ങിയ ആ ഒരു സ്റ്റോറി നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, അതായത് പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലേക്കുള്ള വരവ്. അപ്പൊ ആ സമയത്ത് നമ്മൾ കോൺസ്റ്റാന്റിനോപ്പിൾ കേട്ടിട്ടുണ്ട്. ശുഭപ്രതീക്ഷ മുനമ്പ് എന്നാണ് കോൺസ്റ്റാന്റിനോപ്പിളിനെ അറിയപ്പെടുന്നത്. വാസ്കോഡ ഗാമയുടെ ഒരു പര്യവേഷണ സമയത്ത് എന്താ പറയാ, കോൺസ്റ്റാന്റിനോപ്പിളിനെ അങ്ങനെയാണ് അറിയപ്പെട്ടിട്ടുള്ളത്. സിനാൻ വരക്കാൻ തുടങ്ങിയോ? സിനാൻ ഉണ്ടോ? ഓക്കെ, അതവിടെ വെക്കട്ടെ. പിന്നെ പാരീസ് യൂണിവേഴ്സിറ്റി, അത് ഫ്രാൻസിലായിരുന്നു. പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളാണ്, മധ്യകാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റീസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ബൊളോഗ്ന, കോൺസ്റ്റാന്റിനോപ്പിൾ, പാരീസ്. പാരീസ് ഫ്രാൻസിന്റെ ആണ്. ഇന്ന് നമ്മൾ ഒരുപാട് ഇന്ന് നമുക്ക് എന്താണ്, നമ്മുടെ മലപ്പുറം ജില്ലയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അല്ലെ, കോഴിക്കോട് യൂണിവേഴ്സിറ്റി ആണെങ്കിലും എന്താണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്? മലപ്പുറത്താണ്. അതുപോലെ കണ്ണൂർ യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി ഉണ്ട്. ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഇന്ത്യയിൽ തന്നെയുണ്ട്. പക്ഷെ അന്നത്തെ കാലത്ത് അപൂർവം യൂണിവേഴ്സിറ്റി, ഇവിടെ വിദ്യാഭ്യാസമൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പൊ ആ സമയത്ത് ഉണ്ടായിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ആണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ ഓരോ രാജ്യത്തും ഒരുപാട് തരത്തിലുള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഒരുപാട് യൂണിവേഴ്സിറ്റീസുകൾ ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഓക്സ്ഫോർഡ്, കാംബ്രിഡ്ജ്, അത് ഇംഗ്ലണ്ട് ആണ്. നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഓക്സ്ഫോർഡ്, കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ആരുടേതായിരുന്നു? ഇംഗ്ലണ്ടിലായിരുന്നു. ഇംഗ്ലണ്ടിലുള്ള ഒരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റീസ് ആണ് ഓക്സ്ഫോർഡ്, കാംബ്രിഡ്ജ്. നെക്സ്റ്റ് കോർഡോവ. കോർഡോവ യൂണിവേഴ്സിറ്റിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത് സ്പെയിനിലായിരുന്നു. കോർഡോവ യൂണിവേഴ്സിറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ഈ കഴിയെഴുത്ത്, അതായത് അച്ചടി ഗ്രന്ഥങ്ങളായിരുന്നില്ല ഉണ്ടായിരുന്നത്. അതായത് പ്രിന്റ് ഔട്ട് എടുക്കുന്ന, നമ്മൾ അച്ചടിച്ച് വരുന്ന ബുക്കുകളായിരുന്നല്ലോ ഉണ്ടാവുക എല്ലാവിടെയും. അതായത് പഠിക്കാൻ ഉപയോഗിക്കുന്ന ബുക്കുകൾ അങ്ങനെയായിരുന്നല്ലോ. ഇവിടെ അധികവും എന്താണ്, കൈയെഴുത്ത്, അതായത് കൈകൊണ്ട് എഴുതിയിട്ട് മാനസ്ക്രിപ്റ്റ് എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ കൈകൊണ്ട് എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്, അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകളും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആയിരക്കണക്കിന് ആൾക്കാർ കൈയെഴുത്ത് പ്രതിഭകൾ ഇവിടെ സംഭാവന ചെയ്യുകയും ഇവിടെ ആയിരക്കണക്കിന് എഴുത്തുകാർ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ പുസ്തകങ്ങൾ അച്ചടിക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ, എഴുതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ ഭാഷകളിലേക്കും ആ പുസ്തകങ്ങൾ തർജ്ജിമ ചെയ്യുകയും, അതുകൊണ്ട് തന്നെ കൈയെഴുത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് കോർഡോവ യൂണിവേഴ്സിറ്റി. കോർഡോവ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയത് അറബികളാണ്. അറബികൾ സ്പെയിനിൽ ഉണ്ടാക്കിയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് കോർഡോവ യൂണിവേഴ്സിറ്റി. അപ്പൊ യൂണിവേഴ്സിറ്റീസിന്റെ കാര്യത്തിൽ നിങ്ങൾ ഏതൊക്കെ യൂണിവേഴ്സിറ്റി ആണെന്ന് പഠിക്കുക. ബൊളോഗ്ന യൂണിവേഴ്സിറ്റി ഇറ്റലിയിലാണ്. കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കിയാണ്. പാരീസ്, അത് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഫ്രാൻസ് ആണ്. ഓക്സ്ഫോർഡ്, കാംബ്രിഡ്ജ്, അത് ഇംഗ്ലണ്ട് ആണെന്നും കേട്ടാൽ മനസ്സിലാവും. നിങ്ങൾ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതാണ് കോർഡോവ യൂണിവേഴ്സിറ്റി. അത് സ്പെയിനിലാണ് കോർഡോവ യൂണിവേഴ്സിറ്റി. ആര് എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്? അറബ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് കോർഡോവ യൂണിവേഴ്സിറ്റി. കോർഡോവ യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകതകൾ നിങ്ങൾ പഠിച്ചിരിക്കണം. എന്താണ്? അറബികൾ സ്പെയിനിൽ ഉണ്ടാക്കിയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് കോർഡോവ യൂണിവേഴ്സിറ്റി. പിന്നെ അതേപോലെ ഞാൻ പറഞ്ഞതുപോലെ അവിടുത്തെ മാനുസ്ക്രിപ്റ്റ്, അതായത് കഴിയെഴുത്ത്, അവിടെ ഉണ്ടായിരുന്ന ഗ്രന്ഥങ്ങൾ, ആയിരക്കണക്കോളം പുസ്തകങ്ങൾ അവിടെ കൈയെഴുത്ത് കൊണ്ട്, അതായത് അച്ചടി ഗ്രന്ഥങ്ങളായിരുന്നില്ല, അവിടെ കൈയെഴുത്ത്, സ്വന്തം കൈപ്പട കൊണ്ട് എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങളായിരുന്നു അവിടെ പഠിക്കാനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ കൈയെഴുത്ത്, അതായത് അവിടെ പുസ്തകങ്ങൾ മുഴുവനായിട്ടും കൈയെഴുത്ത്. ആയിരക്കണക്കിന് ആൾക്കാരുകളിലെ വിദ്യാർത്ഥികൾ അവിടെ എന്താണ്, ഇതിനു വേണ്ടി ജോലിക്കാരായിട്ട്, അതായത് ഈ പുസ്തകങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് പ്രിന്റ് ഔട്ട് എടുക്കുന്നതല്ലല്ലോ. അപ്പൊ ആയിരക്കണക്കിന് ജോലിക്കാർ എഴുതാൻ വേണ്ടിയിട്ട് തന്നെ ആ ഒരു യൂണിവേഴ്സിറ്റി തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അവിടുത്തെ ലൈബ്രറി അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. കോർഡോവ യൂണിവേഴ്സിറ്റിയുടെ മറ്റൊരു പ്രത്യേകതയാണ് അവിടുത്തെ ലൈബ്രറി. ആ ലൈബ്രറിയിലും ആയിരക്കണക്കിന് പുസ്തകങ്ങൾ ഇതേപോലെ കൈയെഴുത്ത്, നമ്മൾ ഈ താളിയോലകൾ എന്നൊക്കെ പറയുമല്ലോ, അപ്പൊ അത്തരത്തിലുള്ള അതൊക്കെ എന്താണ്, കൈയെഴുത്താണ്. അതൊക്കെ ഇന്ന് മാറ്റിയിട്ട് എന്താണ്, പ്രിന്റഡ് ഫോമിലേക്ക് ആക്കിയിട്ടുണ്ട്. പക്ഷെ അവിടെ എന്തായിരുന്നു, ആ കൈയെഴുത്ത്
അച്ചടി ഗ്രന്ഥങ്ങളെ ഉണ്ടായിരുന്നില്ല. അതായിരുന്നു കൊർദോവ യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ ലൈബ്രറിയിൽ ഉണ്ടായിരുന്നതും എന്താണ്, ഇതേപോലെ തന്നെ കൈകൊണ്ട് എഴുതിയിട്ടുള്ള പുസ്തകങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ കൈയെഴുത്ത് എന്ന് പറയുമ്പോൾ അത്രയും ഓതന്റിക് ആയിട്ടുള്ള പുസ്തകങ്ങളായിരിക്കും. യൂണിവേഴ്സിറ്റീസ് പ്രൊവൈഡ് ഫെസിലിറ്റി ഫോർ ലേണിംഗ് ലാംഗ്വേജ്. കൊർദോവ യൂണിവേഴ്സിറ്റി എല്ലാ തരത്തിലുള്ള ഭാഷകളും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഭാഷകൾ, അതായത് അറബികളാണ് എന്താക്കിയത്, ഈ യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പൊ അതേപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ഭാഷകളും ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അറബി ഭാഷ മാത്രമായിരുന്നില്ല, എല്ലാ ഭാഷകളും, പോർച്ചുഗീസ്, സ്പെയിന്, അതേപോലെ തന്നെ ഇംഗ്ലീഷ്, പേർഷ്യൻ, ഉറുദു, എല്ലാ തരത്തിലുള്ള ഭാഷകളും ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ പഠിപ്പിച്ചിരുന്ന ഭാഷകളുടെ ഒക്കെ അറബി തർജിമയും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ പുസ്തകങ്ങളുടെയും അറബി തർജിമയും, അതായത് അറബിയിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ള പുസ്തകങ്ങളും ഇവിടെ കിട്ടുമായിരുന്നു. അതാണ് കൊർദോവ യൂണിവേഴ്സിറ്റി. യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട യൂണിവേഴ്സിറ്റിയാണ് കൊർദോവ യൂണിവേഴ്സിറ്റി. മറ്റ് യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയായിരുന്നു? ഓക്സ്ഫോർഡ്, കാംബ്രിഡ്ജ്, അതേപോലെ തന്നെ പാരീസ് യൂണിവേഴ്സിറ്റി ഫ്രാൻസിൻ്റെത്, പിന്നെ ബൊളോഗ്ന യൂണിവേഴ്സിറ്റി ഇറ്റലിയുടേത്, പിന്നെ നമ്മൾ പറഞ്ഞത് കൊർദോവ യൂണിവേഴ്സിറ്റി. കൊർദോവ യൂണിവേഴ്സിറ്റി അറബ്സ് ആണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അവിടുത്തെ പ്രത്യേകതകൾ അവിടുത്തെ മാനുസ്ക്രിപ്റ്റ് ആണ്, അതായത് കയ്യെഴുത്ത് പ്രതിഭകളാണ്. അവിടുത്തെ ലൈബ്രറിയും അവിടുത്തെ പ്രത്യേകതയാണ്. വിവിധ തരത്തിലുള്ള ഭാഷകൾ ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രീക്ക്, സിറിയക്ക്, പേർഷ്യൻ, സാൻസ്ക്രിറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഭാഷകളെ, അതായത് ഇന്ത്യയിൽ ആ ഒരു സമയത്ത് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ഭാഷയാണ് സാൻസ്ക്രിറ്റ്. ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ആ സമയത്ത് രചിക്കപ്പെട്ടിട്ടുള്ള, പുരാതന കാലങ്ങളിൽ ഇന്ത്യയിൽ രചിക്കപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളൊക്കെ സാൻസ്ക്രിറ്റിൽ, പാലി, പാകൃതം, അതേപോലെ തന്നെ സംസ്കൃതത്തിലൊക്കെ ആയിരുന്നു അന്നത്തെ കാലത്ത് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ. അതായത് ഇന്ത്യയിൽ ആ സമയത്ത് എന്താ പറയാ, ഹിന്ദുസിന്റെ ഡോമിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു സമയമായിരുന്നു. പിന്നെ അറബികൾ വന്നു, അപ്പൊ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നു, മുസ്ലിംസ് ഇവിടെ വന്നു. അപ്പൊ ഇന്ത്യയിൽ ആ ഒരു സമയത്ത് സാൻസ്ക്രിറ്റ് ആയിരുന്നു കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു ഭാഷ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സാൻസ്ക്രിറ്റും കൂടെ എവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു? കൊർദോവ യൂണിവേഴ്സിറ്റിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ സാൻസ്ക്രിറ്റിൽ ഉണ്ടായിട്ടുള്ള പുസ്തകങ്ങളായിക്കോട്ടെ, പേർഷ്യൻ ഭാഷയിൽ ഉണ്ടായിട്ടുള്ളായിക്കോട്ടെ, ഇതിന്റെ ഒക്കെ അറബി തർജ്ജിമയും എവിടെ കിട്ടുമായിരുന്നു? കൊർദോവ യൂണിവേഴ്സിറ്റിയിൽ കിട്ടുമായിരുന്നു. ഏത് പുസ്തകങ്ങളുടെയും അറബി തർജ്ജിമ, അതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അച്ചടിച്ചിട്ടുണ്ടായിരുന്നില്ല, കൈകൊണ്ട് എഴുതി ഉണ്ടാക്കുന്ന പുസ്തകങ്ങളായിരുന്നു കൊർദോവ യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായോ? മാഡം, കൊർദോവ യൂണിവേഴ്സിറ്റി ഒന്നും കൂടി ഒന്ന് പറയുമോ? കൊർദോവ യൂണിവേഴ്സിറ്റി ഒന്നുകൂടെ പറയാൻ വേണ്ടിയിട്ടാണോ? യെസ് മാം. കൊർദോവ യൂണിവേഴ്സിറ്റി അറബികൾ സ്പെയിനിൽ ഉണ്ടാക്കിയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് കൊർദോവ യൂണിവേഴ്സിറ്റി. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ കയ്യെഴുത്ത് പ്രതിഭകളായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് അവിടുത്തെ പുസ്തകങ്ങൾ എങ്ങനെയായിരുന്നു? കയ്യെഴുത്ത്, കൈകൊണ്ട് എഴുതി ഉണ്ടാക്കി. നമ്മളിപ്പോ ഏത് പുസ്തകങ്ങളായിട്ട് നോക്കിയാലും അച്ചടിച്ച് വരുന്ന പുസ്തകങ്ങളാണല്ലോ അല്ലെ. ഇതെന്താണ്? കൈകൊണ്ട് എഴുതി ഉണ്ടാക്കിയ പുസ്തകങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ കൈകൊണ്ട് എഴുതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആയിരക്കണക്കിന് തൊഴിലാളികളും ആ ഒരു എഴുതി എഴുതുന്നതാണല്ലോ പുസ്തകം. അപ്പൊ അതിനനുസരിച്ചുള്ള തൊഴിലാളികളും അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ അവിടുത്തെ അതായത് നമ്മള് ബോർഡർ ലൈനും അതേപോലെ തന്നെ ഈ പുസ്തകങ്ങൾക്ക് ചട്ടയൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് ഡിസൈൻ ഒക്കെ ഉണ്ടാവല്ലോ ബോർഡറിനും അതേപോലെ തന്നെ ഫ്രണ്ട് പേജിനൊക്കെ. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും വേണ്ടിയിട്ട് അവര് മരത്തിന്റെ അച്ചുകളാണ് ഉപയോഗിച്ചിരുന്നത്. മരത്തിന്റെ വുഡിന്റെ അച്ചുകളാണ് ഉപയോഗിച്ചിരുന്നത്. നമ്മളിങ്ങനെ അതിങ്ങനെ മഷിയിൽ കുത്തിയിട്ട് എന്ത് ചെയ്യാം, പിന്നെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡിസൈൻ വരുമല്ലോ. അത്ര പോലും ഒന്നും എന്ത് ചെയ്തിട്ടില്ല, അച്ചടിച്ചു കണ്ടിട്ടുള്ള ഒരു സംഭവമായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്. മൊത്തം കൈകൊണ്ട് എഴുതിയ മാനുസ്ക്രിപ്റ്റ് എന്ന് പറയുമല്ലോ. അപ്പോൾ കൈയെഴുത്തിനെയാണ് നമ്മൾ പറയുന്നത്. പിന്നെ അവിടുത്തെ ലൈബ്രറിയിൽ തൗസൻഡ്സ് ഓഫ് മാനുസ്ക്രിപ്റ്റ്, അതായത് ആയിരക്കണക്കിന് പുസ്തകങ്ങൾ, അതായത് ലൈബ്രറിയിൽ ഉണ്ടാകുന്ന പുസ്തകങ്ങള് പലരും എഴുതിയിട്ടുള്ള മീൻസ് നമുക്ക് ലൈബ്രറിയിൽ കിട്ടുന്ന പുസ്തകങ്ങൾ എങ്ങനത്തെയാണെന്ന് അറിയാലോ. നമ്മുടെ അക്കാദമിക് ആയിട്ടുള്ളതും അതേപോലെ തന്നെ മറ്റു സാഹിത്യപരമായിട്ടുള്ള പുസ്തകങ്ങളൊക്കെ കിട്ടുമായിരിക്കും. അപ്പൊ ആ പുസ്തകങ്ങളൊക്കെയും എങ്ങനെയാണുള്ളത്?
കൈകൊണ്ട് എഴുതിയിട്ടുള്ള പുസ്തകങ്ങളാണ്. അപ്പോൾ അതാണ് കൊർദോബ യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും പ്രത്യേകത. അവിടെ കിട്ടുന്ന പുസ്തകങ്ങളൊക്കെ എങ്ങനെയുള്ളതായിരിക്കും? കൈകൊണ്ട് എഴുതിയിട്ടുള്ള പുസ്തകങ്ങളാണ്, അച്ചടിച്ച് വരുന്ന പുസ്തകങ്ങളായിരുന്നില്ല. പിന്നെ അവിടെ ഒരുപാട് ലാംഗ്വേജുകൾ പഠിക്കാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടായിരുന്നു. ഗ്രീക്ക്, സിറിയക്, പേർഷ്യൻ, സാൻസ്ക്രിറ്റ് ഇത്തരത്തിലുള്ള ലാംഗ്വേജ് പഠിക്കാനുള്ള പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഗ്രീക്കിലായിക്കോട്ടെ, സിറിയക്കിലായിക്കോട്ടെ, പേർഷ്യനിലായിക്കോട്ടെ, സാൻസ്ക്രിറ്റിലായിക്കോട്ടെ എഴുതപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട സാഹിത്യ കൃതികളൊക്കെ ഉണ്ടാവുമല്ലോ, ആ കൃതികളുടെ ഒക്കെ അറബി തർജ്ജമയും ഈ ഒരു കൊർദോബ യൂണിവേഴ്സിറ്റിയിൽ ലഭ്യമായിരുന്നു. മനസ്സിലായോ? Yes, ma'am. ഓക്കെ. Yes. പക്ഷെ അറബികളുടെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെഡീവൽ യൂറോപ്പില് മെഡീവൽ യൂറോപ്പിലെ തുടക്കത്തിൽ എന്തുണ്ടായിരുന്നു? സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ അറബികള് വരവോട് കൂടി, അതായത് അറബികള് വന്നതോട് കൂടിയിട്ട് എന്ത് സംഭവിച്ചു? ഈ മെഡീവൽ അറബ് വേൾഡ്, അതായത് അറബികളുടെ വരവോട് കൂടിയിട്ട് അറബികളുടെ കാലത്ത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം കുറച്ച് ലഭിച്ചു. അതായത് ആദ്യം ആർക്കൊക്കെ ആയിരുന്നു വിദ്യാഭ്യാസം ഉണ്ടായിരുന്നത്? നൺസിനും അതേപോലെ തന്നെ ചിൽഡ്രൻ ഓഫ് നോബിൾസ് ആൻഡ് റൂളേഴ്സ്, അതായത് ഭരണാധികാരികളുടെയും പ്രഭുക്കന്മാരുടെയും മക്കൾക്കും അതേപോലെ തന്നെ കന്യാസ്ത്രീകൾക്കൊക്കെ വളരെ ചുരുക്കം, അതായത് പെൺകുട്ടികളാണെങ്കിൽ അത് ആരായിരിക്കണം? ഒന്നുകിൽ ഭരണാധികാരികളുടെ മക്കളായിരിക്കണം, അല്ലെങ്കിൽ കന്യാസ്ത്രീകളായിരിക്കണം. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാർക്ക് മാത്രമേ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അറബികളുടെ വരവോട് കൂടിയിട്ട് കുറച്ച് മാറ്റം വന്നു, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ലഭിച്ചു. There were facility for women education in the Arab world. അറബികളുടെ ലോകത്ത്, അറബികളുടെ കാലത്ത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, വിദ്യാഭ്യാസത്തിന് മാത്രമല്ല, സ്ത്രീകൾക്ക് ജോലിക്കുള്ള അവകാശവും ഉണ്ടായിരുന്നു. അതായത് സ്ത്രീകൾക്ക്, നമ്മളിപ്പം ടീച്ചിങ് കോഴ്സാണ് BEd TTC എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്നത് അല്ലെ. അപ്പൊ അതേപോലെ തന്നെ സ്ത്രീകൾക്ക് ഇജാസ് എന്ന് പറയുന്ന ഒരു ബിരുദം ആണെങ്കിൽ, അതായത് അതൊരു പ്രൊഫഷണൽ കോഴ്സ് ആയിട്ട് വേണം കണക്കാക്കാൻ. ഇജാസ് എന്ന് പറയുന്ന ഒരു ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് അധ്യാപകരാവാനുള്ള അവസരം കൂടി ഉണ്ടായിരുന്നു. അപ്പൊ സ്ത്രീകള് ജോലിക്ക് വരെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, അറബികളുടെ കാലഘട്ടമായപ്പോഴേക്കും സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ലഭിച്ചു. അതായത് സ്ത്രീകൾ ഇജാസ് എന്ന ഡിഗ്രി അറ്റൈൻ ചെയ്യുകയാണെങ്കിൽ അവർക്ക് അധ്യാപകരാകാനുള്ള അവസരം പോലും അറബികളുടെ കാലത്ത് ലഭിക്കുകയുണ്ട്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? വിദ്യാഭ്യാസത്തിന് മാത്രമല്ല, സ്ത്രീകൾക്ക് കുറച്ചുകൂടെ ഹയർ ആയിട്ട് അവർക്ക് ജോലിക്ക്, അതായത് വിദ്യാഭ്യാസം നേടി ജോലിക്ക് പോകാനുള്ള ഒരു അവസരം കൂടെ എന്തിനു കിട്ടിയിട്ടുണ്ട്? അറബികളുടെ കാലത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ തുടക്കത്തിൽ മധ്യകാലഘട്ടത്തിൽ അറബികളുടെ വരവിന് മുമ്പേ എന്തായിരുന്നു വിദ്യാഭ്യാസത്തിലെ സ്ത്രീകളുടെ അവസ്ഥ എന്ന് പറയുമ്പോൾ അവർക്ക് റെയർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതും ആർക്കാണ് ആ ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നത്? ആർക്ക് മാത്രമാണ് അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നത്? നൺസിനും അതേപോലെ തന്നെ നോബിൾസിന്റെയും റൂളേഴ്സിന്റെയും ചിൽഡ്രൻസിന് മാത്രമേ എന്തിട്ടില്ല. അവര് സ്ത്രീകളാണെങ്കിൽ നൺസിന്റെയും റൂളേഴ്സിന്റെയും, നൺസ് ഓൾറെഡി സ്ത്രീകളായിരിക്കും, അതേപോലെ തന്നെ റൂളേഴ്സിന്റെയും അതേപോലെ നോബിൾസിന്റെയും ചിൽഡ്രൻസിന് മാത്രമേ എന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ? വിദ്യാഭ്യാസത്തിനുള്ള അവകാശം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ അറബികളുടെ കാലമായപ്പോൾ വിദ്യാഭ്യാസത്തിന് മാത്രമല്ല ജോലിക്ക് കൂടെ പോകാനുള്ള അവകാശം ആർക്ക് കിട്ടി? സ്ത്രീകൾക്ക് കിട്ടുകയുണ്ടായി. മനസ്സിലായോ? Yes, ma'am. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് എഡ്യൂക്കേഷൻ ഇൻ സെൻട്രൽ ഏഷ്യ സ്റ്റാർട്ടഡ് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് അബ്ബാസിഡ് എംപയർ. അതായത് സെൻട്രൽ ഏഷ്യ, മധ്യേഷ്യയിൽ ഉണ്ടായിട്ടുള്ള മധ്യേഷ്യയിലെ വിദ്യാഭ്യാസത്തിന് അബ്ബാസിഡ് എംപയേഴ്സ് ആണ് തുടക്കം കുറിച്ചത്. പിന്നെ അതേപോലെ നമ്മൾ പറയുന്നതാണ് മക്തബ് ആൻഡ് മദ്രസ. മദ്രസ എന്ന് ഇതിലിപ്പോ നിങ്ങൾ കാണില്ല, ഞാൻ ജനറൽ ആയിട്ട് പറയാണ്. മക്തബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം, ഉക്തുബ് എന്നൊക്കെ നമ്മൾ പഠിക്കുന്നില്ലേ, എഴുതുക. മക്തബ് അതേപോലെ തന്നെ മദ്രസ, രണ്ട് തരത്തിലാണ് ഈ അറബികൾ വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് പ്രാഥമിക തലത്തില് മക്തബും, അത് കഴിഞ്ഞിട്ട് നമ്മൾ LP UP എന്ന് പറയുന്നുണ്ടല്ലോ ഇപ്പോ. അപ്പൊ അതേപോലെ തന്നെ മക്തബ്, മദ്രസ എന്നിങ്ങനെയാണ് അറബികളുടെ വിദ്യാഭ്യാസത്തിന്റെ ഒരു ഫോം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്.
മക്തബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതാൻ പഠിപ്പിക്കുക, അതായത് ഈ സാൻഡ് റൈറ്റിംഗും പൂഴിയിലൊക്കെ എഴുതിയിട്ട് അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നത് ആ ഒരു സെക്ഷനാണ് മക്തബ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യങ്ങളിൽ അവര് അക്ഷരങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നിട്ട് പിന്നീട് അങ്ങോട്ട് മദ്രസ, വായിക്കാൻ പഠിക്കുക, ദർസ്, നമ്മൾ ദർസ് എന്നൊക്കെ കേൾക്കുന്നില്ലേ. പിന്നീട് അങ്ങോട്ട് അക്ഷരങ്ങൾ ആദ്യം എഴുതാനും വായിക്കാനും എഴുതാനും കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാനൊക്കെ പഠിക്കുന്നത് മക്തബ് എന്ന് പറയുന്ന സ്റ്റേജിലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന സ്റ്റേജാണ് മദ്രസ എന്ന് പറയുന്ന സ്റ്റേജ്. അവിടെ നിന്നാണ് വായിക്കാൻ പഠിക്കുന്നത്. അപ്പൊ മക്തബ് എന്ന് പറയുന്നത് പ്രൈമറി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അതായത് 1 to 4, 1 മുതൽ 4 വരെ നമ്മൾ പറയണ്ടല്ലോ, LP എന്ന് പറയണ്ടല്ലോ, ലോവർ പ്രൈമറി എന്നൊക്കെ പറയുന്നത്. ആ ഒരു സെക്ഷനാണ് എന്ത് മക്തബ് എന്ന് പറയുന്നത്. അപ്പോ ആ ഒരു സെക്ഷന് പൊതുവെ അവിടെ വിദ്യാഭ്യാസം കൊടുത്തിരുന്നത് ചിൽഡ്രൻ ബിറ്റ്വീൻ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 6 to 14. അപ്പൊ ആ ഒരു കാലത്ത് ഇന്നത്തെ പോലെ അന്ന് എന്തുണ്ടായിരുന്നില്ല, നമ്മളിപ്പോ 3.5 വയസ്സാകുന്നത് ആ ഒരു സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങും, കുട്ടികളെ LKG വിടാൻ തുടങ്ങും. പക്ഷെ അന്നത്തെ കാലത്ത് ഈ ഒരു വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പൊ ആ ഒരു ടൈമിൽ ഈ ഒരു LPയിൽ പഠനം അല്ലെങ്കിൽ LPയിൽ പഠിക്കാനുള്ള ആ ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 6 to 40 ഇയേഴ്സ് വരെ അവിടെ എന്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, വിദ്യാഭ്യാസത്തിലുള്ള അവസരം ഈ ഒരു മക്തബ് എന്ന് പറയുന്ന ആ ഒരു സെഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. 6 to 14 ഏജ് ഗ്രൂപ്പ് വരെയുള്ള ആൾക്കാർക്ക് പഠിക്കാനുള്ള ഒരു സൗകര്യം മക്തബിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. മക്തബ് എന്ന് പറയുന്നത് അറബി വിദ്യാഭ്യാസത്തിന്റെ ഒരു പ്രത്യേകതയായിരുന്നു. മക്തബ് എന്ന് പറയുന്നത് എഴുതാൻ പഠിപ്പിക്കുന്ന ഒരു എന്താ പറയാ വിദ്യാഭ്യാസ സെന്റർ ആയിരുന്നു ഏത് മക്തബ് എന്ന് പറയുന്നത്. മനസ്സിലായോ? മക്തബ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനില്ല, ഞാൻ ജനറൽ ആയിട്ട് പറയുന്നതാണ് മദ്രസ. മക്തബിന് ശേഷം പോകുന്നത്, അതായത് നമ്മളിപ്പോ അക്ഷരങ്ങൾ ഏതാന്ന് കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാം, അത് എഴുതാനും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താവും, പിന്നീട് അങ്ങോട്ട് വായിക്കാൻ പറ്റും. നമ്മൾ ആദ്യമൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മളിപ്പം മലയാളം ആണെങ്കിൽ പന, നമ്മൾ ചിത്രം കണ്ടിട്ട്, അല്ലാതെ നമുക്ക് ആദ്യം വായിക്കാൻ അറിഞ്ഞിട്ടില്ലല്ലോ, പന എന്ന് പഠിക്കും. പിന്നെ നമ്മൾ ചെറുങ്ങനെ അതേപോലെ എഴുതി പഠിക്കും. ആദ്യം സ്വരാക്ഷരങ്ങൾ, പിന്നെ വ്യഞ്ജനാക്ഷരങ്ങൾ, ഇങ്ങനെ. അപ്പൊ ഇംഗ്ലീഷിലാണെങ്കിൽ ABCD, ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ. അതേപോലെ നമ്മൾ ആദ്യം എഴുതാൻ പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്താ പറ്റുള്ളൂ, വായിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം അക്ഷരങ്ങൾ എഴുതാൻ പഠിപ്പിക്കുന്ന ഒരു സെക്ഷനാണ് മക്തബ് എന്ന് പറയുന്നത്. പിന്നീട് അങ്ങോട്ട് വരുന്നതാണ് മദ്രസ. മദ്രസയുടെ കാര്യം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് ഇത്ര മാത്രമേ പഠിക്കാനുള്ളൂ. പിന്നെ സെൻട്രൽ ഏഷ്യൻ യൂണിവേഴ്സിറ്റീസ്, മധ്യേഷ്യൻ യൂണിവേഴ്സിറ്റി, മധ്യ ഏഷ്യയിലെ യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാന്ന് പറയാം. ഒന്ന് പറയുന്നത് ബാഗ്ദാദ് ആണ്. അതായത് അറബികളുടെ ടൈമിൽ ഉണ്ടായിരുന്ന അബ്ബാസിഡ് എംപയറും അതേപോലെ തന്നെ അറബികളുടെ ഒക്കെ ടൈമിൽ ഉണ്ടായിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ആണ് ബാഗ്ദാദ്, ദമസ്കസ്. പിന്നെ പറയുന്നത് ഈജിപ്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ആണ് അൽ അസർ എന്ന് പറയുന്നത്. ബാഗ്ദാദ്, ദമസ്കസ്, അൽ അസർ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി. 3 യൂണിവേഴ്സിറ്റീസ് ആണ് ഈ മെഡീവൽ അറബ് വേൾഡിൽ ഉണ്ടായിട്ടുള്ള യൂണിവേഴ്സിറ്റീസ്. ബാഗ്ദാദ്, ദമസ്കസ്, അൽ അസർ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റീസ്. മനസ്സിലായോ ഏതൊക്കെയാ യൂണിവേഴ്സിറ്റീസ് ഉള്ളത്? നിങ്ങൾക്കിപ്പം നോക്കിയാൽ മനസ്സിലായി. നിങ്ങളോടിപ്പം മധ്യകാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിനുള്ള പുരോഗതി അല്ലെ സാമൂഹ്യ മേഖലയിൽ വിദ്യാഭ്യാസത്തിലുള്ള പുരോഗതി നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിപ്പോ എഴുതേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഫസ്റ്റ് ആയിട്ടുള്ള വിദ്യാഭ്യാസം, അതായത് ആദ്യകാലങ്ങളിൽ വിദ്യാഭ്യാസം എങ്ങനെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, അതിലുള്ള ലിമിറ്റേഷൻസ് എന്തൊക്കെയായിരുന്നു, ഏതൊക്കെ സബ്ജക്റ്റുകളാണ് പഠിപ്പിച്ചിട്ടുള്ളത്, പിന്നെ അതിനുശേഷം അറബികളുടെ ടൈം ആയപ്പോഴേക്കും വിദ്യാഭ്യാസ രംഗത്ത് എന്തൊക്കെ മാറ്റം വന്നു, അപ്പോൾ അറബികളുടെ ടൈമിൽ എന്തൊക്കെ സബ്ജക്റ്റുകളാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ നിങ്ങൾ സ്ട്രെസ് ചെയ്തിട്ട് എഴുതേണ്ട കാര്യമാണ് കൊർദോവ യൂണിവേഴ്സിറ്റിയുടെ കാര്യം. പിന്നെ അറബിയൻ യൂണിവേഴ്സിറ്റി ബാഗ്ദാദ്, ദമസ്കസ്, അതേപോലെ തന്നെ ഈജിപ്റ്റ് യൂണിവേഴ്സിറ്റീസ്, അൽ അസർ. പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചൈനീസ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ചൈനയിലുള്ള വിദ്യാഭ്യാസം എങ്ങനെയായിരുന്നു. ഫാർ ഈസ്റ്റ് എന്ന് പറയുന്നത് ചൈന. ചൈനക്കാർക്ക് വിദ്യാഭ്യാസത്തിന് അവർക്കൊരു വിശ്വാസം തന്നെ ഉണ്ടായിരുന്നു. എന്താ പറയാ, അവര് പറയുന്നത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഉന്നമനത്തിന് വേണ്ടി മാത്രമുള്ള കാര്യമല്ല, മറിച്ച് ഒരു രാജ്യത്തിനും അതേപോലെ തന്നെ ഫാമിലിക്കും, അതായത് നമുക്ക് ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുമല്ലോ ഇംഗ്ലീഷിൽ. പൊതുവെ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന ബ്രെഡ് ആൻഡ് ബട്ടർ അല്ല. എന്താണ്, ഒരു ഇൻകം, അതായത് നമുക്ക് നമ്മുടെ ഒരു എന്താ പറയാ, മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമ്മളെ ഭക്ഷണം, അന്നത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തൊഴിലായിട്ട് വിദ്യാഭ്യാസം അതിനു വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് രാജ്യത്തിന്റെ പുരോഗതിയെയും സഹായിക്കും. ഒരു വ്യക്തിക്ക് വെറുതെ ജസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കാര്യങ്ങൾ അറിയാനും വേണ്ടിയിട്ടുള്ള മാത്രം ഒരു കാര്യമല്ല.
എന്തിനും കൂടിയിട്ടാണ്? അത് ഫാമിലിക്കും ഉപകരിക്കും, അതേപോലെ തന്നെ രാജ്യത്തിന്റെ പുരോഗതിക്കും ഉപകരിക്കുന്ന ഒരു കാര്യമാണ് വിദ്യാഭ്യാസം. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു വിശ്വാസവുമായിട്ട് മുന്നോട്ട് പോയിരുന്ന ആൾക്കാരായിരുന്നു ചൈനക്കാര്. അപ്പൊ അതുകൊണ്ട് തന്നെ ചൈനക്കാര് വിദ്യാഭ്യാസത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം രാജ്യ പുരോഗതിക്ക് സഹായിക്കുന്നു അവർ വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ ഫാമിലിയില് അതായത് നല്ല വിദ്യാഭ്യാസം കിട്ടുന്നതോട് കൂടിയിട്ട് നല്ല ജോലി കിട്ടും. നല്ല ജോലി കിട്ടുമ്പോൾ എന്ത് കിട്ടും? നല്ല വരുമാനം കിട്ടും. നല്ല വരുമാനം കിട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റും അല്ലെ? നമുക്ക് നല്ല വരുമാനം നല്ല ജോലിയൊക്കെ കിട്ടുന്ന സമയത്ത് നമുക്ക് വീണ്ടും ദരിദ്രരെ പോലെ ജീവിക്കാനാണോ ആഗ്രഹിക്കുക? നമുക്ക് കൂടുതൽ മാറ്റം വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുമല്ലോ. അപ്പൊ അതേപോലെ ചൈനക്കാരുടെ വിശ്വാസം അതായിരുന്നു. അതായത് ഡെവലപ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ മാത്രമായിട്ട് ഒതുങ്ങുന്ന ഒരു കാര്യമല്ല വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അത് ഫാമിലിക്കും അതേപോലെ തന്നെ നാഷന്റെ പുരോഗതിക്കും വേണ്ടിയിട്ട്. ഫാമിലിക്ക് എങ്ങനെയാണ്? അതായത് നല്ല വിദ്യാഭ്യാസം കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അതോടൊപ്പം നല്ല ജോലി കിട്ടും. നല്ല ജോലി കിട്ടിക്കഴിഞ്ഞാൽ നല്ല വരുമാനം കിട്ടും. നല്ല വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നല്ല രീതിയിലുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നല്ല ബെറ്റർ ലൈഫ്, നല്ല വസ്ത്രം, നല്ല ഭക്ഷണം ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതേപോലെ തന്നെ നാഷന്റെ പുരോഗതി, അതായത് നല്ല വരുമാനം കിട്ടും, അത് നമ്മുടെ നാഷന്റെ പുരോഗതിക്കും അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയാ ഭാവി നിയന്ത്രിക്കുന്നത് ഇന്നത്തെ വിദ്യാർത്ഥികളാണെന്നാണല്ലോ പറയുന്നത്. ഒരു രാജ്യത്തിന്റെ ഭാവിയെ നിയന്ത്രിക്കുന്നത് ഇന്നത്തെ വിദ്യാർത്ഥികളാണെന്നാണ് പറയുന്നത്. പക്ഷെ പലപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ നമുക്കിപ്പോ രാഷ്ട്രീയക്കാരാണ് അല്ലെ ഒരു രാജ്യത്തിന്റെ പുരോഗതി മീൻസ് അതൊക്കെ നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥ ഇപ്പൊ അങ്ങനെയാണ് കാണുന്നത്. പക്ഷെ എന്താണ്, രാജ്യത്തിന്റെ പുരോഗതിക്ക് വിദ്യാഭ്യാസത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പങ്കുണ്ട്, നമുക്കത് അറിയാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചൈനക്കാര് കൂടുതൽ അവരുടെ ഒരു എന്താ പറയാ വിശ്വാസം എന്ന് പറയുന്നത് ഇതായിരുന്നു. ചൈനീസ് എഡ്യൂക്കേഷൻ, നിങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ മധ്യകാലത്തിന്റെ കാര്യങ്ങൾ എഴുതുമ്പോൾ ചൈനീസ് എഡ്യൂക്കേഷൻ ഒഴിച്ചുകൂടാൻ പറ്റാതെ എഴുതേണ്ട ഒരു കാര്യമാണ്. അവരുടെ ഒരു വിശ്വാസം തന്നെ പറയുന്നത് അതായിരുന്നു. വ്യക്തിത്വ വികാസത്തോടൊപ്പം കുടുംബത്തിനും രാജ്യത്തിനും ഗുണപരമായ സംഭാവനകൾ നൽകാൻ കഴിയുന്നതാണ് വിദ്യാഭ്യാസം എന്നാണ് ചൈനക്കാർ വിശ്വസിച്ചിരുന്നത്. വ്യക്തിത്വ വികാസത്തോടൊപ്പം കുടുംബത്തിനും രാജ്യത്തിനും ഗുണപരമായ സംഭാവനകൾ നൽകാൻ കഴിയുന്നതാണ് വിദ്യാഭ്യാസം എന്നാണ് ചൈനക്കാർ വിശ്വസിച്ചിരുന്നത്. മനസ്സിലായോ? അപ്പോ ഇവിടെയും എന്താണ്, എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ഒരു ഏജ് എന്ന് പറയുന്നത് 6 വയസ്സ് മുതലാണ്. ഇവിടെ ചൈനയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാഭ്യാസം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വയസ്സ് എന്ന് പറയുന്നത് 6 വയസ്സ് മുതലാണ്. പിന്നെ അവര് എന്താണ്, ബുദ്ധിസ്റ്റ് ഫിലോസഫി അവിടുത്തെ കമ്പൽസറി സബ്ജക്റ്റ് ആയിരുന്നു. ബുദ്ധിസ്റ്റ് ഫിലോസഫി നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരവസ്ഥയാണ്. ഇപ്പൊ നമ്മൾ മുസ്ലിംസ് മദ്രസ നിർബന്ധമായിട്ട് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണല്ലോ അല്ലെ. നമ്മളെല്ലാവരും മുസ്ലിംസ് ആയവര് എന്താണ് മദ്രസയിൽ പോയിട്ട് പഠിക്കുന്നുണ്ട്. പക്ഷെ മറ്റു കമ്മ്യൂണിറ്റീനെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവർക്ക് അങ്ങനെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് അവര് വേറെ പ്രത്യേകമായിട്ടുള്ള സ്ഥാപനങ്ങളിലോ ഒന്നും പോകുന്നില്ല. അവരുടെ അമ്മമാരും അച്ഛന്മാരും പിന്നെ അതേപോലത്തെ കുടുംബത്തിൽ നിന്നും എന്താ പറയാ കേട്ടും കണ്ടും പഠിക്കുന്നവരാണ് മതപരമായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ മുസ്ലിം കമ്മ്യൂണിറ്റി എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ മദ്രസ എന്ന് പറഞ്ഞിട്ട് മസ്റ്റ് ആയിട്ട് കമ്പൽസറി ആയിട്ട് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ്. അതേപോലെ തന്നെ ചൈനക്കാര് കമ്പൽസറി ആയിട്ട് പഠിച്ചിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് എന്ത്, ബുദ്ധിസ്റ്റ് ഫിലോസഫി. എല്ലാവരും നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ്. അതാണ് നമ്മൾ കമ്പൽസറി സബ്ജക്ട് എന്ന് പറയുന്നത്. അപ്പോ ചൈനയിൽ ബുദ്ധിസ്റ്റ് ഫിലോസഫി കമ്പൽസറി സബ്ജക്റ്റ് ആയിരുന്നു. ചൈനക്കാരുടെ വിദ്യാഭ്യാസവുമായിട്ട് അവര് കണക്കാക്കിയുള്ള ഒരു വിശ്വാസം ഉണ്ടല്ലോ, അതെന്താന്ന് എഴുതുക. ചൈനക്കാര് എത്ര വയസ്സിലാണ് വിദ്യാഭ്യാസം കൊടുത്തിട്ടുള്ളത്? 6 ഇയേഴ്സ് ഓൾഡിലാകുമ്പോഴാണ് അവരെന്ത് കൊടുക്കുന്നത്? വിദ്യാഭ്യാസം കൊടുത്തിരുന്നത്. ഇനി നമുക്ക് ഇന്ത്യയുടെ കാര്യം പറയാം. സമയമുണ്ട് കേട്ടോ ഇന്ത്യയുടെയും കൂടെ പറയാന്. മിഡീവൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള വിദ്യാഭ്യാസം എങ്ങനെയാണെന്ന് നോക്കാം. ഇന്ത്യ ഇൻ മിഡീവൽ പീരീഡ്. ഇന്ത്യയിലെ അവസ്ഥ എന്ന് പറയുന്നത് ഗുരുകുല സിസ്റ്റം ആയിരുന്നു. നിങ്ങൾ ഗുരുകുല സിസ്റ്റം കേട്ടിട്ടുണ്ടോ? ഗുരുകുല സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? സ്റ്റുഡൻസ് ലിവ്ഡ് വിത്ത് ദ ടീച്ചർ. ടീച്ചറിന്റെ കൂടെ സ്റ്റുഡൻസ് ജീവിക്കുക. നമ്മൾ ഹോസ്റ്റൽ പോലെയല്ല കേട്ടോ. ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ ടീച്ചർ ഇല്ലല്ലോ. നമ്മൾ എന്താണ്, ഒരു ഹോസ്റ്റലിൽ നിന്നിട്ട് ടീച്ചർ രാവിലെ നമ്മൾ ക്ലാസ് റൂമിൽ കയറുമ്പോൾ മാത്രമല്ലേ ടീച്ചേഴ്സിനെ കാണുള്ളൂ. അതേപോലെ അല്ലാതെ ഗുരുവിന്റെ വീട്ടിൽ താമസിച്ചുകൊണ്ട് പഠിക്കാം. ഗുരുവിന്റെ വീട്ടിൽ താമസിക്കുക എന്ന് പറയുമ്പോൾ ഗുരുവിന്റോടൊപ്പം തന്നെയാണ് നമ്മൾ താമസിക്കുന്നത്. നിങ്ങൾ ഇന്ന് നമ്മൾ ഹോസ്റ്റൽ പോലെയെന്ന് നിങ്ങളെ മനസ്സിൽ വരുന്നുണ്ട്, അത് തെറ്റാണ്. കാരണം ഹോസ്റ്റൽ ഒരിക്കലും നമ്മൾ ടീച്ചറിന്റെ കൂടെ അല്ല ജീവിക്കുന്നത്. അവിടെ ഹോസ്റ്റൽ വാർഡന്റെ കൂടെ ആയിരിക്കും ജീവിക്കുന്നുണ്ടാവുക. പക്ഷെ ഗുരുകുല സിസ്റ്റം എന്ന് പറയുന്നത്
അധ്യാപകന്റെ വീട്ടിൽ താമസിച്ചുകൊണ്ട് പഠിക്കുന്ന ഒരു സിസ്റ്റമാണ്. അപ്പൊ വീട്ടിൽ താമസിക്കുമ്പോൾ നമ്മൾ അതായത് അധ്യാപകനെ സേവിക്കുന്നുണ്ട്. സേവിക്കുക മീൻസ് അതായത് ഗുരുകുല സിസ്റ്റത്തിൽ ശരിക്കും പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ കുറച്ച് രീതികളുണ്ട്. പഠിക്കുന്നതിന്റെ കൂടെ ഭിക്ഷക്ക് പോകണം. അതായത് വിദ്യാഭ്യാസം ഫ്രീ ആയിട്ടാണല്ലോ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭിക്ഷക്ക് വേണ്ടി പോകണം. ഭിക്ഷ മീൻസ് സംഭാവനക്ക് വേണ്ടിയിട്ട് പോകണം കുട്ടികള്. രാവിലെ ഒരു സമയത്ത് സംഭാവനക്ക് പോകണം. അതേപോലെ തന്നെ അവര് കൈവശം വെക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. 2 വസ്ത്രം, അതേപോലെ തന്നെ പാത്രം, ഒരു പ്ലേറ്റ്, ഭക്ഷണം കഴിക്കാനുള്ള പ്ലേറ്റ്, ഗ്ലാസ്, അതേപോലെ പുസ്തകങ്ങൾ, അതൊക്കെ ഉണ്ട്. പിന്നെ അത് കൂടാതെ ഗുരുവിനെ സേവിക്കുക. ഗുരുവിന് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അത് കൊടുക്കേണ്ടിയിരുന്നത് ആരാണ്? ഈ വിദ്യാർത്ഥികളാണ്. പിന്നെ അതേപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വിറക് ശേഖരിക്കുക. ഇതൊക്കെ ചെയ്തിട്ട് ഗുരുവിനൊപ്പം താമസിച്ചു കൊണ്ടുള്ള വിദ്യാഭ്യാസമാണ് ഗുരുകുല സിസ്റ്റത്തിൽ പറയുന്നത്. നമ്മള് ഫിലിമിലൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലേ, അതായത് ഗുരു ഇങ്ങനെ ഒരു മരച്ചുവട്ടിൽ ഇരുന്നിട്ട് ചുറ്റും ചമ്രം പടിഞ്ഞിട്ട് മറ്റു വിദ്യാർത്ഥികൾ ഇരുന്നിട്ട് പഠിക്കുന്ന ഒരു അവസ്ഥ. അത് തന്നെയാണ് സംഭവം. അതോടൊപ്പം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഗുരുവിനെ സേവിച്ചുകൊണ്ടാണ് അവിടെ വിദ്യാഭ്യാസം നേടുന്നത്. പിന്നെ എല്ലാ സബ്ജക്റ്റും ഒരാൾ തന്നെയാണ് പഠിപ്പിക്കുന്നത്. എല്ലാ സബ്ജക്റ്റും, അതായത് ഏക അധ്യാപിക സിസ്റ്റമാണ് എവിടെ ഉണ്ടാവുക? ഗുരുകുല സിസ്റ്റത്തിൽ ഉണ്ടാവുക. എല്ലാം പഠിപ്പിക്കുക ഒരാൾ തന്നെയാണ്. അത് കഥകളിലൂടെയും അതേപോലെ തന്നെ മറ്റ് ജീവിത അനുഭവങ്ങളിലൂടെയും പഠിപ്പിച്ചു കൊടുക്കുക. അതായത് കൂടുതൽ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഈ മോറൽ വാല്യൂസ് ആയിരുന്നു. മോറൽ വാല്യൂസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയാ, ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എല്ലാ സബ്ജക്റ്റും കൈകാര്യം ചെയ്യുന്നത് ഒരേ വ്യക്തിയായിരുന്നു, ഒരു അധ്യാപകനായിരുന്നു. അയാള് ദൈവത്തിന് തുല്യമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിദ്യാർത്ഥികൾ അവിടെ അങ്ങനെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു. മാതാപിതാ ഗുരു ദൈവം എന്നൊക്കെ പറയുന്നില്ല. അതേപോലെ അധ്യാപകൻ എന്ന് പറയുന്നത് ദൈവതുല്യനായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഗുരുകുല സിസ്റ്റത്തിൽ കാണുന്നത്. ഗുരുകുല സിസ്റ്റം ആയിരുന്നു ഇന്ത്യയിലുള്ള മിഡീവൽ പീരീഡിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സിസ്റ്റം എന്ന് പറയുന്നത് ഗുരുകുല സിസ്റ്റം ആയിരുന്നു. ഗുരുകുല സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസ് ലിവ്ഡ് വിത്ത് ദ ടീച്ചർ, ടീച്ചറിന്റെ കൂടെ, അധ്യാപകന്റെ കൂടെ ജീവിച്ചുകൊണ്ട് വിദ്യാഭ്യാസം നേടുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ പ്രത്യേകതകൾ എഴുതുന്ന സമയത്ത് അധ്യാപകനെ സേവിക്കുക. അതേപോലെ എന്തുകൂടി ചെയ്യുന്നുണ്ട്? അവിടെ എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്തിരുന്നത് ഏക അധ്യാപകനായിരുന്നു. ഒറ്റൊരു അധ്യാപകൻ തന്നെ എല്ലാ സബ്ജക്റ്റുകളും, ഏതൊക്കെ സബ്ജക്റ്റ് അവിടെ പഠിപ്പിക്കുന്നുണ്ടോ ആ സബ്ജക്റ്റുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഒരു അധ്യാപകനായിരിക്കും. അല്ലാതെ ഓരോ സബ്ജക്റ്റിനും സെപ്പറേറ്റ് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നില്ല. പിന്നെ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ്? ഗ്രാമർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നിഘണ്ടു, പിന്നെ ലാംഗ്വേജ്, ഭാഷകൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ലിറ്ററേച്ചർ, സാഹിത്യം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഫിലോസഫി, ആസ്ട്രോണമി എന്ന് പറയുമ്പോൾ ജ്യോതിഷം. പിന്നെ സൗത്ത് ഇന്ത്യയുടെ കേസ് എടുക്കുകയാണെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാല് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായി. ഗുരുകുല സിസ്റ്റം മാറിയിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായി. അത് ടെമ്പിൾസിനോട്, അതായത് അമ്പലങ്ങളോട്, ക്ഷേത്രങ്ങളോട് ചേർന്നിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആ ഒരു രീതിയായിരുന്നു സൗത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. മെഡീവൽ പീരീഡില് സൗത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് ടെമ്പിൾസിനോട് കൂടി ചേർന്നുകൊണ്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിരുന്നു. അപ്പൊ ഇത്രയാണ് നമുക്ക് വിദ്യാഭ്യാസത്തിന്റെ കേസിൽ പഠിക്കാനുണ്ട്. ക്ലിയർ ആണോ ഇന്നത്തെ ക്ലാസ്? ഒന്നുകൂടെ പറയണോ? നോ മാം? ജസ്റ്റ് ഒന്നുകൂടെ നമുക്ക് ഓടിച്ചു പോവാം. മെഡീവൽ എഡ്യൂക്കേഷൻ ആണ്, മധ്യകാല വിദ്യാഭ്യാസമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ബേസിക് എഡ്യൂക്കേഷൻ, യൂണിവേഴ്സിറ്റീസ്, ഗ്രീക്കോ റോമൻ എഡ്യൂക്കേഷൻ, അതേപോലെ തന്നെ ഇസ്ലാമിക് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഇസ്ലാമിക വിജ്ഞാനം, അടിസ്ഥാന വിജ്ഞാനം, സർവകലാശാലകൾ, ഗ്രീക്കോ റോമൻ വിജ്ഞാനം, ഇസ്ലാമിക വിജ്ഞാനം. പിന്നെ പറഞ്ഞത് മേജർ സബ്ജക്ട്, അതായത് മെഡീവൽ പീരീഡിൽ തുടക്കത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സബ്ജക്റ്റുകൾ: ലാറ്റിൻ, ആസ്ട്രോണമി അതായത് ജ്യോതിശാസ്ത്രം, ലിറ്ററേച്ചർ സാഹിത്യം, ഫിലോസഫി തത്വചിന്ത, മാത്തമാറ്റിക്സ് ഗണിതം, ലോസ് ഓഫ് നേച്ചർ പ്രകൃതി നിയമങ്ങൾ. പിന്നെ ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്ന പോരായ്മകളായിരുന്നു: എഡ്യൂക്കേഷൻ ഓഫ് വുമൺ വാസ് റെസ്ട്രിക്റ്റഡ്, those who got rare opportunities for education were nuns and the children of rulers and nobles. സ്ത്രീകളുടെ വിദ്യാഭ്യാസം നിയന്ത്രിക്കപ്പെട്ടു. കന്യാസ്ത്രീകൾക്കും അപൂർവം ചില പ്രഭുക്കന്മാരുടെയും ഭരണാധികാരികളുടെയും മക്കൾക്ക് മാത്രമായിരുന്നു വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഉണ്ടായിരുന്നത്. പിന്നെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു.
അതിൽ പഠിപ്പിക്കുന്ന സബ്ജക്ട് ഫിലോസഫി, ലോസ്, ലിറ്ററേച്ചർ, മെഡിസിൻ, ലാംഗ്വേജ്, ജിയോമെട്രി ആയിരുന്നു. പിന്നെ ഇമ്പോർട്ടൻസ് യൂണിവേഴ്സിറ്റി, ബൊളോഗ്ന യൂണിവേഴ്സിറ്റി, കോൺസ്റ്റാന്റിനോപ്പിൾ, പാരീസ്, ഓക്സ്ഫോർഡ് ആൻഡ് കാംബ്രിഡ്ജ്, കോർഡോവ യൂണിവേഴ്സിറ്റി. കോർഡോവ യൂണിവേഴ്സിറ്റിന്റെ പ്രത്യേകത അറബികൾ സ്പെയിനിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. അവിടുത്തെ ലൈബ്രറി ആണ്. തൗസൻഡ്സ് ഓഫ് മാനുസ്ക്രിപ്റ്റ് ആണ് ലൈബ്രറിയുടെ പ്രത്യേകത. അവിടെ ലാംഗ്വേജ് ലേണിംഗിനുള്ള ഒരു ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു. ഗ്രീക്ക്, സിറിയക്, പേർഷ്യൻ, സാൻസ്ക്രിറ്റ് ലാംഗ്വേജുകൾ അവിടെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെന്താണ്, അറബികളുടെ വരവോട് കൂടി വിദ്യാഭ്യാസത്തിൽ സ്ത്രീകൾക്ക് ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് നേട്ടങ്ങൾ കൈകൊണ്ടു. അറബികളുടെ കാലത്ത് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നു. ഇജാസ് എന്ന് പറയുന്ന ഡിഗ്രി നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അധ്യാപകരാവാനുള്ള അവകാശം വരെ ഉണ്ടായിരുന്നു. മക്തബാണ് അവിടുത്തെ പ്രൈമറി എഡ്യൂക്കേഷൻ സിസ്റ്റം. അവിടെ ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 6 to 40 years ആണ് അവിടെ വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. പിന്നെ സെൻട്രൽ ഏഷ്യൻ യൂണിവേഴ്സിറ്റി ആണ് ബാഗ്ദാദ്, ദമസ്കസ്, ഈജിപ്റ്റ് യൂണിവേഴ്സിറ്റി അതായത് അൽ-അസർ. പിന്നെ ഈ ചൈനയുടെ കാര്യം പറഞ്ഞു. ചൈനയിലാണെങ്കിൽ അവരുടെ ഒരു കോൺവിക്ഷൻ എന്ന് പറയുന്നത് along with the development of individual, education benefit the family as well as the nation. രാജ്യത്തിനും അതേപോലെ തന്നെ ഓരോ വ്യക്തികളുടെയും ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. വ്യക്തിത്വ വികാസത്തോടൊപ്പം കുടുംബത്തിനും രാജ്യത്തിനും ഗുണപരമായ സംഭാവനകൾ നൽകാൻ കഴിയുന്നതാണ് വിദ്യാഭ്യാസം എന്നാണ് ചൈനക്കാരുടെ വിശ്വാസം. അവിടെ 6th ഏജ്, അതായത് 6 വയസ്സ് മുതലാണ് വിദ്യാഭ്യാസം കൊടുത്തിരുന്നത്. ബുദ്ധിസ്റ്റ് ഫിലോസഫി കമ്പൽസറി സബ്ജക്ട് ആയിരുന്നു. പിന്നെ മെഡീവൽ ഇന്ത്യയില് ഗുരുകുല സിസ്റ്റം ആണ്. സബ്ജക്റ്റുകള് ഗ്രാമർ, ലാംഗ്വേജ്, ലിറ്ററേച്ചർ, ഫിലോസഫി, ആസ്ട്രോണമി. സൗത്ത് ഇന്ത്യയില് ടെമ്പിളിനോട് അറ്റാച്ച് ചെയ്തുകൊണ്ടാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ഒറ്റൊരു ക്വസ്റ്റ്യൻ. ഓക്കെ ഓക്കെ. അറബികളുടെ കാലത്ത് സ്ത്രീ വിദ്യാഭ്യാസത്തിന് എന്താ പറയാ കുറച്ചുകൂടി ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയെന്ന് പറഞ്ഞു. അവർ ഏതോ ഒരു ഡിഗ്രി അറ്റൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അധ്യാപകരാവാനുള്ള അവകാശം എന്താ പറയാ ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു യോഗ്യത ഉണ്ടായിരുന്നു. ഏതായിരുന്നു ആ ഒരു ഡിഗ്രി? ഓക്കെ. ഈ ചൈനക്കാരുടെ വിദ്യാഭ്യാസത്തിൽ കമ്പൽസറി ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു സബ്ജക്ട് ഉണ്ടായിരുന്നു. ഏതായിരുന്നു? ബുദ്ധിസ്റ്റ് ഫിലോസഫി. അല്ലേ? അപ്പൊ ഓക്കെ, എല്ലാം ഹാവ് എ നൈസ് ഡേ. നിങ്ങളെ സ്കൂളത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്, 9 മണി ആയിട്ടുണ്ട്. അപ്പൊ ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ. താങ്ക് യു. Thank you, miss.